प्रियकथत्समः लोकस्य कुर्वतकर्म शेषे तद्वीक्षितापि वा नारद उवाच सैद्धं दैत्यपतिना परिपृष्टो महामुनिः स्मयमानस्तमभ्याः तद्वागमृदयेन्द्रिणः ब्राह्मण उवाच वेदेतमसुश्रेष्ठ भवान् नन्वार्यसम्मतः ईहोपरमयोर्निपुणां पदान्यध्यात्मचक्षुषा यस्य नारायणो देवो भगवान् हृद्गतः सदा भक्त्या केवलया ज्ञानं धुनोति ध्वान्तमर्कवद अथापि ब्रूमहे प्रश्नान् तपराजन्यथाश्रुतं सम्भावनीयो हि भवान् आत्मनशुद्धिमिच्छतां कृष्णया भववाहिन्यां योगे कामेकपूजया कर्माणि कार्यमाणोऽहं नानायोनिषु योजितः यदृच्छया लोकमिमं प्रापितः कर्मभिर्भ्रमन् स्वर्गापवर्गयोर्द्वारं तिरश्चां पुनरस्य च अत्रापितं पदेनां च सुखाय अन्यापनुत्तये कर्माणि कुर्वतां दृष्ट्वा निवृत्तोऽस्मि विभजेयं सुखमस्यात्मनो रूपं सर्वे भोगरतिस्तनो मनस्सङ्कल्पजान् दृष्ट्वा भोगान् सुप्सामि संविशन् इत्येतदात्मनस्वार्थं सन्तं विस्मृत्य वै पुमानं विचित्रामसदिद्वैते को रामाप्नोति संस्कृतिम् ജീവിതത്തിൽ ഭൂരിഭാഗവും ദുഃഖമായി മുഴുവൻ ദുഃഖമുള്ളതായിട്ടോ മുഴുവൻ സുഖമുള്ളതായിട്ടുള്ള ജീവിതമില്ല. കുറേ ദുഃഖങ്ങളുണ്ടാകും, കുറച്ച് സുഖങ്ങളുണ്ടാകും. ആ സുഖമുണ്ടാകുമ്പോഴും ദുഃഖമുണ്ടാകുമ്പോഴും ഈശ്വരനാരാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ആത്മാനന്ദം നമ്മൾ സുഖിക്കും. ശരീരസുഖം മാത്രമല്ല, ആത്മസുഖത്തിലാണ് ഭാരതീയര് പ്രാധാന്യം നൽകുന്നത്. ഇവിടെ ഗോപന്മാര് ഇങ്ങനെ ഭൗതികമായ വിഷയത്തില് ചെറുതായിട്ട് ഒരു ചിന്ത നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഭൗതികമായ ചിന്ത മാത്രം പോരാ, ആധ്യാത്മികമായ ബോധം കൂടി വേണം എന്ന് ശ്രമിച്ചു. ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഒരു ഗോവർദ്ധനം ഉയർത്തി എന്ന് കണ്ടു. ഇന്ദ്രൻ മഴ വീഴ്ചപ്പോ അതിൽ നിന്ന് രക്ഷിച്ചു എന്ന് നമ്മൾ കണ്ടു. അപ്പൊ എന്താണ് ഈ ഗോവർദ്ധനം എന്ന് പറയുമ്പോൾ ഗോ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? ഇന്ന് ധർമ്മം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ധർമ്മം എന്താണെന്ന് മനസ്സിലാകാതെ ആൾക്കാർ നിൽക്കുന്ന കാലഘട്ടത്തിൽ ധാർമ്മികമായ ചിന്തകൾ നശിക്കുന്ന കാലഘട്ടത്തിൽ പരമാത്മാവിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുന്നതാണ് ഒരു ഗോവർദ്ധനം. മറ്റൊരു ഗോവിന്റെ അർത്ഥം പൃഥ്വിയെ ഉയർത്തി എന്ന ആധ്യാത്മികതയിലേക്ക് ഉയർത്തി എന്നർത്ഥം. പൃഥ്വിയെ ഉയർത്തി എന്നർത്ഥം. ഇനി പശുക്കൾക്ക് വൃദ്ധിയിലാണ്. ഇപ്പൊ പശുക്കളെയാണ് നശിപ്പിക്കാൻ ആര് ശ്രമിച്ചത്? ഇന്ദ്രൻ ശ്രമിച്ചത്. ആ പശുക്കളെ സംരക്ഷിച്ചു നിർത്തി, കന്നുകാലിനെ സംരക്ഷിച്ചു. ഗോപന്മാരെന്ന് പറയുന്നത് ആരാണ്? പശുക്കളെ കഴിക്കുന്ന ആൾക്കാരാണ് ആര്? ഗോപന്മാർ. ബ്രാഹ്മണന്മാരെ ആധ്യാത്മികമായ അറിവുകൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യും. ക്ഷത്രിയന്മാര് യുദ്ധം ചെയ്തുകൊണ്ട് രാജ്യം സംരക്ഷിക്കും. ശൂദ്രന്മാരെ എല്ലാവരെയും സഹായിച്ചുകൊണ്ട് സേവന പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുക. ഒരു തുള്ളി ചോര പോലും ചിന്തിയില്ല എന്ന് മാത്രമല്ല, ആ ചൈത്യദേഹോച്ഛിതം തേജ വാസുദേവോപാവിശത്. ആ ശിശുപാലന്റെ ചൈതന്യം എല്ലാവരും നോക്കി നിൽക്കെ ഭഗവാന്റെ പാദത്തിലേക്ക് ലയിക്കുന്ന അത്ഭുത കാഴ്ച ആ രാജസൂയാഗം കാണാൻ വന്ന 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരെല്ലാം കണ്ടു. ഈ കാഴ്ച കണ്ട സമയത്ത് ധർമ്മപുത്രർക്ക് സംശയം, ഇതെന്തൊരു അന്യായ, ഇത് ശരിയല്ലല്ലോ. കാരണം ഇത്രമാത്രം ഇങ്ങനെ അസഭ്യം ചീത്ത വിളിച്ച ഒരാൾക്ക് പ്രത്യക്ഷ മോക്ഷം കൊടുത്താൽ ഇത് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താ? തെറ്റല്ലേ? ചീത്ത വിളിച്ചാൽ മോക്ഷം കിട്ടും. അപ്പോ ശ്രീശു ബ്രഹ്മർഷി വീണ്ടും അതാണ് ഓർമ്മപ്പെടുത്തിയത്. പരീക്ഷത്തെ ഞാൻ ആ രാജസൂയ യാഗ സന്ദർഭത്തില് ഉള്ള സംവാദം ഞാൻ കേൾപ്പിച്ചു തന്നതല്ലേ? ഭഗവാനെ ശത്രുവായിട്ട് ചീത്ത വിളിച്ച ശിശുപാലന് മോക്ഷം കിട്ടുമെങ്കിൽ കൊല്ലാൻ ശ്രമിച്ച കംസന് മോക്ഷം കിട്ടുമെങ്കിൽ പിന്നെ ഈ പരമ ഭക്തകളായിട്ടുള്ള ഗോപസ്ത്രീകൾക്ക് മുക്തി കിട്ടിയതില് എന്താ ആശ്ചര്യം? അപ്പൊ ഭക്തന്മാർക്ക് പരമമായ ശ്രേയസ് നൽകുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം. ഓം ക്ലീം കാമദേവായ നമഃ, സർവജനപ്രിയായ നമഃ. സർവജനങ്ങൾക്ക് പ്രിയങ്കരമായ എന്താണ്? നമ്മുടെ പുഞ്ചിരിയാണ് അല്ലേ? അത് ശ്രേഷ്ഠമാക്കി എടുക്കാൻ ക്ലീം എന്ന മന്ത്രത്തെ നമുക്ക് പല്ല് തേക്കുന്ന സമയത്ത് മന്ത്രം ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അങ്ങനെ പല്ല് തേക്കുന്ന സമയത്തും കുളിക്കുന്ന സമയത്തും മന്ത്രം ചൊല്ലുന്ന ഒരു സനാതന ധർമ്മം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം. അങ്ങനെ ആവുന്ന സമയത്ത് വൃത്തിക്ക്
കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ വിദ്യാഗോപാല മന്ത്രം ചൊല്ലി പഠിപ്പിക്കണം. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ എന്നൊക്കെ നമ്മൾ ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്. വിദ്യാദേവതയെ പ്രധാനം ചെയ്ത് വിദ്യാഗോപാല മന്ത്രം ദിവസേന 27 പ്രാവശ്യമെങ്കിലും നിത്യജീവിതത്തിൽ അവരെ പരിശീലിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയാൽ ഗുരുകുലം പറയുന്നു, ഭാരതത്തിന്റെ ധർമ്മം നമ്മളോട് പറയുന്നു, മനുഷ്യനെ ധർമ്മത്തിലേക്ക് പ്രതിഷ്ഠിക്കണം. അല്ലേ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ ആ ധർമ്മബോധത്തോടുകൂടി നമ്മുടെ മനുഷ്യനെ ധർമ്മത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കും. അപ്പോൾ ആ ധർമ്മം എന്ത് ചെയ്യും? ധർമ്മത്തെ മനുഷ്യനിലേക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കും. ആ ധർമ്മമാണ് കുറെ കഴിയുമ്പോൾ നമ്മൾ ചെയ്ത് 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 ധർമ്മം ഒഴിച്ച് ബാക്കിയൊന്നും നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ശിക്ഷണത്തിലൂടെ ആ ധർമ്മത്തെ അറിയാൻ സാധിക്കണം. മനം കൊള്ളെ കൊണ്ട് പിന്നും കുറകെ
ഗോപികമാരൊക്കെ എപ്പോഴും ഈ രാസക്രിയയുടെ അവരെന്നും വൈകുന്നേരം ഇങ്ങനെ കൃഷ്ണന്റെ ആ വേണുഗാനം കേട്ടാൽ അങ്ങനെ ആ കാട്ടിലേക്ക് വരിക പതിവായി. അപ്പൊ ഗോവിന്ദോ രാമശ്ചദ്ഭുത വിക്രമ, രാമനും അത്ഭുത വിക്രമനായിട്ട് ശ്രീകൃഷ്ണനും രാമനും എന്ത് ചെയ്തു? അവര് ആ കാട്ടിൽ നിന്നിട്ട് രാത്രി ഉപഗീയമാനൗലളിതം ഈ ഗോപികമാരൊക്കെ ശ്രീകൃഷ്ണന്റെ ഗുണഗണങ്ങളും ഇങ്ങനെ കീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഗോപികമാരെ കുട്ടികളെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ സന്തോഷിപ്പിക്കാനായിട്ട്, അവരെ ഭക്തി കണ്ട് സന്തോഷിപ്പിക്കാനായിട്ട് ശ്രീകൃഷ്ണനും രാമനും അതിമനോഹരമായിട്ട് പാട്ട് പാടാൻ തുടങ്ങി. വേണുഗാനം മരിച്ച് പാടി തുടങ്ങി. ആ പാട്ട് കേട്ടപ്പോൾ ഈ ഗോപികമാരൊക്കെ ആ രാസക്രിയയിലുണ്ടായിരുന്ന രംഗങ്ങളോ അറിയാതെ ആ പാട്ടിൽ ലയിച്ചാതെ അവരുടെ ശരീര ബുദ്ധി പോലും ഇല്ലാതെ രാസക്രിയ നടന്നുപോലെ തന്നെ അവരുടെ വസ്ത്രം കഴിഞ്ഞു വീണതോ തലമുടിക്ക് കഴിഞ്ഞതോ കരിമുണ്ടഴിഞ്ഞതോ ഒന്നും അവരറിഞ്ഞില്ല. അത്ര ആക്കും നിർവൃതിയാണ് ഈ ഭഗവാന്റെ മുമ്പിൽ നാം ഗോപികമാരെ അനുഭവിച്ചത്. അങ്ങനെ ഇഹ പരക്കം മറന്നു നിൽക്കുന്ന സമയത്ത് കുബേരന്റെ വൃത്യനായുള്ള ശംഖചൂടൻ എന്ന് പറഞ്ഞു ഈശ്വരൻ വന്ന് ഈ കൃഷ്ണരാമന്മാരെ കണക്കാക്കാതെ ആ ഗോപികമാരെ ബലമായി പിടിച്ച് അവരെ വടക്കു ദിക്കിലേക്ക് കൊണ്ടുപോയി. ഇത് കണ്ടപ്പോ ഈ ഗോപികമാരെ കൃഷ്ണ കൃഷ്ണ ബാബാബോ രക്ഷ പുലി പിടിച്ച പശു കരഞ്ഞ പോലെ ദീനദീനമായിട്ട് ഒരു കരയാൻ തുടങ്ങി. ഇപ്പൊ പറഞ്ഞു മാ പൈട്ട എന്ന് പേടിക്കേണ്ട നമ്മൾ രക്ഷിക്കാമെന്ന് അവരും പിന്നാലെ വന്നു അസുരൻ ഈ ശംഖചൂടൻ. അപ്പൊ ശംഖചൂടൻ തിരിഞ്ഞു നോക്കിയപ്പോ അന്തകനും കാലത്തലയോ അടുത്തു വന്നിരിക്കുന്ന പോലെ രാമകൃഷ്ണന്മാരെ കണ്ടപ്പോ ശംഖചൂടന് ഭയമായി. ഉടനെ ആ സ്ത്രീകളെ രക്ഷിച്ചോ, എന്നിട്ട് ഓടിത്തുടങ്ങി. എനിക്ക് ജീവൻ കിട്ടിയാൽ മതി, സ്ത്രീകളൊന്നും വേണ്ട എന്ന് വിചാരിച്ച ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി കുറെ കഴിയുമ്പോൾ ഈ സ്ത്രീകളെ നിർത്തിയപ്പോൾ എല്ലാം ആ സ്ത്രീകളെ കണ്ടോണ്ട് രാത്രി സമയമാണല്ലോ. അങ്ങനെ എത്രയെത്ര സദാവതി എവിടേക്കൊക്കെയാണോ ഈ ശബ്ദത്തിലൂടെ ഓടുന്നത് അവർക്കൊക്കെ ശ്രീകൃഷ്ണൻ പിന്നാലെ ഓടിയിരുന്നു. ശ്രീബോധം നേരത്തെ ഉണ്ടാക്കിയെടുക്കണം, ചെറുപ്പകാലത്തെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോ ഭാഗവതത്തിലെ ഗജേന്ദ്രമോക്ഷം നമുക്കറിയാം അല്ലേ? ഈ കാടൊക്കെ വിറപ്പിച്ച് ഗജേന്ദ്രൻ എന്ന് പറയുന്ന 10,000 ശക്തിയുള്ള ആന, 10,000 ആനകളുടെ ശക്തിയുള്ള ആന, പ്രബലനായിട്ടുള്ള ആന പൊയ്കയിൽ ഇറങ്ങി വെള്ളം കുടിച്ച് തിരിച്ച് കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു കൊച്ചുമുതല അന്ന് കാലിൽ കടിച്ചു. പക്ഷേ ഈ ഒരു കൊച്ചുമുതല ഒരു ആനയ്ക്ക് വലിയ പ്രശ്നമേ ഇല്ല. ആ മുതലേ തന്റെ സ്വന്തം ബലം കൊണ്ട് നേരിടാം എന്ന് ഗജേന്ദ്രൻ വിചാരിച്ചു. എന്താണെന്ന് മറ്റുള്ള ഗജങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ചെറിയൊരു മുതല എന്ന് പറഞ്ഞു. അതിനെ തട്ടിമാറ്റാൻ പലതവണ ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നു. തന്റെ ബലം പ്രയോജനപ്പെടാതെ വന്നു. അപ്പോഴാണ് താൻ ആശ്രയിച്ചു നിൽക്കുന്ന മറ്റു ഗജവീരന്മാരുടെ ബലം പ്രയോജനപ്പെടുമോ? അവരെല്ലാവരും വന്നു. എന്നിട്ട് ഗജേന്ദ്രനെ മുകളിലേക്ക് കയറ്റുവാനായിട്ട് പരിശ്രമിക്കുന്നു. അപ്പൊ തന്റെ ബലവും പ്രയോജനപ്പെട്ടില്ല, താൻ ആശ്രയിച്ചു നിൽക്കുന്നവരുടെ ബലവും അവിടെ പ്രയോജനപ്പെടുന്നില്ല. അപ്പോഴാണ് ഗജേന്ദ്രൻ ചിന്തിക്കുന്നത്, ഇനി ആരെ ആശ്രയിച്ചാലാണ് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? ഒരു വലിയൊരു പ്രശ്നം, ഒരു അനുഭവം ഉണ്ടായപ്പോഴാണ് ഗജേന്ദ്രൻ പോലും ചിന്തിക്കുന്നത്, ഇതിന് മുകളിൽ ആരെങ്കിലും ഉണ്ടോ, എനിക്കും ഒരു ഈശ്വരനുണ്ടോ എന്നുള്ള ചിന്ത അവിടെ വരുന്നത്. അപ്പൊ നമ്മള് തന്റെ ആരോഗ്യത്തിലോ തന്റെ യൗവനത്തിലോ ഒക്കെ നമ്മൾ ആശ്രയിച്ച് ഇതാണ് സത്യം, എനിക്ക് ബലമുണ്ട്, എനിക്ക് ബന്ധുബലമുണ്ട്, ബാഹുബലമുണ്ട് എന്നെല്ലാം ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഭഗവാനെ ആശ്രയിക്കാൻ പറ്റാതായിട്ട് തോന്നുന്നത്. അപ്പൊ ഭക്തനാണ് എന്നുണ്ടെങ്കിൽ ഇതൊന്നും പ്രയോജനപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കി തരുന്ന ഓരോ സന്ദർഭമാണ്. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികളെ പോലെയുള്ള മഹാത്മാക്കൾ പറയാറുണ്ട്, ഭഗവാനെ നേരത്തെ തന്നെ ആശ്രയബോധം ഉണ്ടാക്കി കൊടുക്കണേ, ഈ മനുഷ്യർക്ക് നേരത്തെ തന്നെ ആശ്രയബോധം ഉണ്ടാക്കി കൊടുക്കണേ. അദ്ദേഹം യമഭയ നിവാരണ സ്തോത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി രചിച്ചിട്ടുണ്ട്. നമുക്ക് പലർക്കും പരിചയമുള്ള ഒരു സംഗതി തന്നെയാണ്. പലപ്പോഴും അന്തേയ നാരായണ സ്മൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നത് അവസാന കാലത്ത് നാരായണൻ ഭജിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത്, ആശ്രയബോധം ഉൾക്കൊള്ളൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത് അവസാന കാലത്ത് ആശ്രയിക്കാമെന്ന്. പക്ഷേ അദ്ദേഹം ശങ്കരാചാര്യ സ്വാമികൾക്ക് ഇരുത്തുന്നു, അവസാന കാലത്ത് ഭഗവാനെ ആശ്രയിക്കാൻ പുറപ്പെട്ടാൽ, നാമം ജപിക്കാൻ പുറപ്പെട്ടാൽ അപ്പൊ നാരായണനെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ വരണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഉള്ളിലുള്ള ഈ ലൗകികമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ വരികയുള്ളൂ. അവിടെ പറയുന്നുണ്ട് എന്തൊക്കെ വിഷയങ്ങളാണ് വരണം
മരുഭൂമിഷു നിരതം. എന്റെ ഭാര്യ, എന്റെ കുട്ടികള്, എന്റെ വസതി, എന്റെ സ്വത്ത്, ഇങ്ങനെ എന്റേതും ഞാനെന്നും എന്റേതെന്നും കരുതപ്പെടുന്ന സകല വസ്തുക്കളെ കുറിച്ചും ലൗകിക വിഷയങ്ങളെ കുറിച്ചും മാത്രമേ നമുക്ക് അന്ന് ഓർമ്മ വരികയുള്ളൂ. മുഖ്യമായ ഒരു തത്വധാര പ്രകടിപ്പിക്കുക, വെളിപ്പെടുത്തുക, പ്രതിപാദിക്കുക, വിവരിക്കുക, വർണ്ണിക്കുക, അതിന്റെ ഗുണങ്ങളും ഫലങ്ങളും നേട്ടങ്ങളും എല്ലാം തന്നെ പറഞ്ഞ് മനസ്സിലാകുന്നതും ശ്രീമദ് ഭാഗവതം എന്ന് തന്നെ പറയണം. ഭാഗവതത്തിലൂടെ എത്ര പുണ്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആലോചിക്കുന്നുണ്ടോ? നമ്മൾ ഉള്ളതിന്റെ വില, എപ്പോഴെങ്കിലും ഭക്ഷണത്തിന്റെ വില, അന്നം നിത്യാത് കൈകരിയം, അഹമന്നം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഭക്ഷണം കഴിക്കുന്ന എന്നെങ്കിലും ആ അന്നത്തെ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടതാണ്. എല്ലാ സ്ഥലങ്ങളിലും അന്നദാനത്തിന്റെ വേസ്റ്റ് കൊണ്ട് തട്ടാറുണ്ട്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഒരു വറ്റ് പോലും കളയാൻ പാടില്ല. തിരുവള്ളുവര് വിവാഹം കഴിച്ച സമയത്ത് ആ ഭാര്യയോട് പറഞ്ഞു, നീ എനിക്ക് ചോറ് വിളമ്പി തരുന്ന സമയത്ത് ഒരു പാത്രവും ഒരു സൂചിയും വെക്കണം, പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 25 കൊല്ലം അവരങ്ങനെ ചെയ്തു. അത് തൊട്ടില്ല അദ്ദേഹം. 25ാമത്തെ കൊല്ലം ചോദിച്ചു, ഇതെന്തിനാ ഞാനിവിടെ വെക്കാൻ പറഞ്ഞെന്ന് അറിയാമോ ചോദിച്ചു. ഇല്ല പറഞ്ഞു. അപ്പോഴാ പറഞ്ഞത്, ഒരു വറ്റ ചോറ് താഴെ പോയാൽ അത് സൂചി കൊണ്ട് കുത്തിയെടുത്ത് വെള്ളത്തിൽ കഴുകി കഴിക്കാനാണ് പറഞ്ഞു. അറിയേണ്ടതാണ്. നാം അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളുടെയും അപാരമായ മഹിമ ഈശ്വരനിലാണ്. അതാണ് അക്രൂരന്റെ ചോദ്യം. എനിക്കിതിന് യോഗ്യത ഉണ്ടോ കൃഷ്ണ? ഞാൻ നിന്നെ കാണാനായിട്ട് യോഗ്യനാണോ? അനുസരിച്ചോ? എത്ര അസാധാരണമായ ഒരു ചോദ്യമാണിത്. നാം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണിത്. ഇവിടെ വന്ന് നിൽക്കാൻ, ഈ സത്രശാലയിൽ ഇരിക്കാൻ ഏത് ജന്മത്തിലെ പുണ്യം? അതാണ് ഭാഗവതം പറഞ്ഞത്, ജന്മാന്തരേ ഭവിപുണ്യം തഥാ ഭാഗവതം ലഭ്യത എന്ന് പറഞ്ഞത്. എത്രയോ കാലം മുമ്പ് ഈ പുണ്യം ഇവിടെ ഒരുക്കപ്പെട്ടതാണ്. അപ്പോ ആ മഹാപുണ്യ പുരുഷനായ ചിദാനന്ദക്കട്ടയായ ഭഗവാനെ കാണാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് കണ്ണാവുള്ളത്? നിശ്ചയമായും കാലമാകുന്ന നദിയിൽപ്പെട്ട് ഞാനും ആ കരുണയ്ക്ക് അടിപ്പെട്ടു പോകും എന്നൊക്കെ ഞാൻ പണ്ട് കരുതിയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ കാണാൻ കംസന്റെ നിർദ്ദേശപ്രകാരം പോകേണ്ടി വരുന്ന ഒരിക്കലും വിചാരിച്ചതില്ല. അതുകൊണ്ട് നിങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠന്മാർ ഈ കടങ്ങൾ നേരെ പൂശാനായിട്ട്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. അതിനുശേഷം അതങ്ങനെ പറഞ്ഞിട്ട് അത് പറയുക മാത്രമല്ല, കടം കൊടുക്കല്ല ചെയ്തത്. ആ കടം കൊടുക്കുന്നതിന് പകരം നേരെ ചെയ്തു, കടം നേരെ ഭഗവാനും അതേപോലെ തന്നെ വെള്ളാമലൊക്കെ പൂശിക്കൊടുക്കുന്ന കടം പുരട്ടിക്കൊടുക്കുന്നു. അവിടെ അത് മറ്റൊരു കാര്യങ്ങൾ ഭഗവാന് കടം കൂട്ടിക്കൊടുത്തപ്പോൾ അതിൽ നേരെ ആ കുജ ഊണി എന്ന് പറയുന്നതായിരിക്കുന്ന കുറ്റ അവിടെ എന്ത് ചെയ്തു? അവരുടെ മനോധർമ്മം പ്രയോഗിച്ചു. ആ മനോധർമ്മം ഇവിടെ പ്രസക്തമാണ്. അപ്പൊ ഈ മധുരാഗിരിയിൽ ഇങ്ങനെ കുറെ മനോധർമ്മങ്ങളുണ്ട്. കുജയ്ക്കുള്ള ഉണ്ടായ കുജയാണെങ്കിലും ഊണിയാണെങ്കിലും ആ മനോധർമ്മം എന്താണ്? അപ്പൊ ആ മനോധർമ്മത്തിന് ഒറ്റ വാക്യങ്ങൾ അഭ്യാസങ്ങൾ പറഞ്ഞിട്ട് ഒറ്റ വാക്കുകൾ സ്വവർണ്ണേതരശോഭിന, ഒറ്റ വാക്കുകൾ സ്വവർണ്ണേതരശോഭിന എന്നാണ് എനിക്ക് പറഞ്ഞത്. എന്താ സ്വവർണ്ണേതര ശോഭന എന്ന് വെച്ചാൽ? കളഭം കൊടുത്തപ്പോൾ പലതരത്തിലും കളഭമുണ്ട്. കളഭക്കൂട്ടുകൾ പലതരം, മഞ്ഞണ്ട്, ഒപ്പിട്ട്, പക്ഷേൻ്റെ കറുപ്പുണ്ട്, എല്ലാം കളഭമാണ്, എല്ലാം കൂട്ടുകളാണ്. അപ്പൊ ഈ കൂട്ടുകൾ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനുണ്ട്. ആ കളർ കോമ്പിനേഷൻ ഇവിടെ പ്രസക്തമാണ്. ഭഗവാൻ കറുത്തതാണ്. കറുത്ത ആൾക്ക് നേരെ ചുമക്ക മണി തട്ടി കൊടുത്താൽ വീഡിയോ നമ്മുടെ ലൈബ്രറിയിൽ നോക്കും. അപ്പൊ അതല്ല കുട്ടികൾ തീരും സ്വവർണ്ണേതരശോഭിന, ആ വാക്കുകളുടെ പ്രധാനമാണ്. ഭഗവാൻ ഒരു നാടകം അഭിനയിക്കുകയാണ്. ആ ജരാസന്ധനെ പേടിച്ചിട്ട് അവനെ ഭയന്ന് താൻ ഒളിച്ചോടുകയാണ് എന്നുള്ളൊരു പ്രതീതി ലോകത്തിൽ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മായാ നടനായിട്ടുള്ള ഭഗവാൻ തൻ്റെ യോഗമായ വൈഭവത്താൽ ബലവൽക്കര സ്വാമിയോടുകൂടി പ്രവർഷണം എന്ന മലയുടെ മുകളിലേക്ക് വരും. ഇന്ദ്രൻ എപ്പോഴും മഴ പെയ്യിക്കുന്ന മല എന്നുള്ളത് കൊണ്ടാണ് പ്രവർഷണം എന്ന പേര് ആ മലയ്ക്ക് ലഭിച്ചത്. ഭഗവാൻ എവിടെയാണ് പറഞ്ഞത് എന്നൊന്നും ജരാസന്ധന് കണ്ടെത്താൻ കഴിഞ്ഞില്ല.
അപ്പോൾ ജരാസന്ധൻ ആ മലയ്ക്ക് ചുറ്റും തീ വെച്ചു. തീയാളി പടരാൻ തുടങ്ങി. ഈ സമയത്താണ് ഭഗവാൻ അവിടെ ഇരുന്ന് ബലഭദ്ര സ്വാമിയോടൊത്ത് 11 യോജന പൊക്കമുള്ള പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ദ്വാരകയിലേക്ക് ചാടി ജരാസന്ധനെ കബളിപ്പിച്ചു. എന്നാൽ അത് അവിടെ വന്നു കഴിഞ്ഞാലോ ജാഗ്രതാവസ്ഥയെ അപ്പോഴും ഒരു സംസാരം ആ മരണസമയമുണ്ടായി ഇത് ജീവനിൽ
യുദ്ധനീതി എന്നത് ഏതൊരാൾക്കും ബ്രഹ്മസംബന്ധം ആവശ്യമാണെങ്കിൽ ചിത്തവൃത്തികളൊക്കെ ഉണ്ടായിത്തീരണം ബ്രഹ്മാകാരമായി. ചിത്തവൃത്തികൾ ആ മനുഷ്യൻ ബഹിർമുഖനാവുന്നതിന് യാതൊരു കാരണവുമില്ല. ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കണ്ണനാമിയെ കണ്ടോ കടൽ വന്നനാമിയെ കാരുണ്യ സിന്ധുവാമുകിൽ വന്നന്റെ സിന്ധു ധൈര്യലി കേട്ടിരുന്നോ കണ്ണനാമിയെ കണ്ടോ കടൽ വന്നനാമിയെ കണ്ടോ കണ്ണനാമിയെ കണ്ടോ കടൽ വർണ്ണനാമേ കണ്ടോ കാളിന്തി കണ്ണുടെ തീരത്തെങ്ങാനുമൻ കായാമു വർണ്ണനെ കണ്ടോ മംഗളമേ വർക്കന്നേർ വീരട്ടെ മംഗളമേ വർക്കന്നേർ വീരട്ടെ
ഭാഗവത തത്വസമീക്ഷ സത്യസമിതിയുടെ സ്നേഹോപകാര സംഗീത സാന്നിധ്യം സമ്മാനിക്കുന്നു. സത്രവേദിയിൽ കൈകൊട്ടികളെ അവതരിപ്പിച്ച ശ്രീമതി ശോഭനിക്കൻ സംഘത്തിന് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്യസമിതിയുടെ ഭക്തജനങ്ങളുടെ നാമധേയത്തിൽ കൃതജ്ഞതയും ആശംസകളും അറിയിക്കുന്നു. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രസമിതിയുടെ സ്നേഹോപഹാരം സമ്മാനിക്കുന്നു. കയ്യടി പോരാ. Hare
രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ കൃഷ്ണ